ഇപ്പോഴേ സുന്ദരനാണല്ലോ. ആണോ? എന്റെ അമ്മ മാത്രമേ ഇതിനു മുമ്പ് ഈ സത്യം പറഞ്ഞിട്ടുള്ളൂ. എന്നാലും എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്തു തരണം. എല്ലാവരും ഒന്ന് കാണട്ടെ. ശരു, ഇവനൊരു തിരുമണ്ടന. വാ, ഒരു കളി കളിക്കാം. ആദ്യം കണ്ണൊക്കെ ഒന്ന് എഴുതാം. ഇവിടെ ഒരു പൂവിരിക്കട്ടെ. ഇനി വയറ്റത്ത് കുറെ പടം വരയ്ക്കാം. നല്ല ശേലായിരിക്കും. വരച്ചു തീർന്നു. വലിയ ഭാരം. എന്നാ ഞാൻ പോട്ടെ. ചേട്ടന്മാരെ കണ്ടത് എന്റെ ഭാഗ്യമാ. ഹിഹി. ഹാവു, ഒരുത്തനെ പറ്റിച്ചപ്പോ എന്തൊരാശ്വാസം. ടിഷ്യൂ. എന്തിനാ അവൻ എന്നെ ഇടിച്ചത്? പിന്നെ ഷെടാ, ഇതെന്ത് കളി? ഒളിക്കാം. ഇനി ഇടി കൊള്ളാൻ വയ്യ. ദാ അവൻ വരുന്നുണ്ട്. പടം വരച്ചത് ചേട്ടനാണെന്ന് എല്ലാവരോടും പറഞ്ഞു മടുത്തു. അവസാനം എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചേട്ടന്റെ പേര് എഴുതി വെച്ചു. ഞാനൊരു മണ്ടൻ. എന്നെ ഇടിക്കാമോ സൂത്രൻ? സൂത്ര, ഈ മുട്ട കഴിക്ക്. എനിക്ക് ഇറച്ചി മതി. വയറുവേദന ശരിക്കും മാറാനേ ഇറച്ചി കഴിക്കുന്നു സൂത്ര. മുട്ട വേണ്ട, എനിക്ക് ഇറച്ചി മതി. സൂത്ര, പറയുന്നത് കേൾക്ക്. ഇറച്ചി വേണം, ഇറച്ചി വേണം. ഇവന്റെ ഒരു വാശി. ചെറിയൊരു കഷ്ണം തരാം. അത് കഴിഞ്ഞ് മുട്ട തിന്നണം കേട്ടോ. ചെറിയൊരു കഷ്ണം ഇറച്ചി എനിക്ക് വേണ്ട സൂത്രന്റെ അമ്മേ. ശരിവിനും തരാം. അമ്മ ഇങ്ങനെയാ വാശി കാണിച്ചാൽ തരും. എങ്ങനെയാ വാശി കാണിക്കുക? ഹായ്, ഇനി ഞാനും കാണിക്കും വാശി. അച്ഛന്റെ കൂടെ മാൻകുട്ടിയെ പിടിക്കാൻ പോയതാ. ഒളിച്ചിരുന്ന് പിടിക്കാൻ നോക്കിയതാ. മാൻകുട്ടി എന്നെ ചവിട്ടി വീഴ്ത്തി. അതെങ്ങനെ പറ്റി? മാൻകുട്ടി ഓടി വരികയായിരുന്നു. അന്നേരം ഞാൻ വാശി പിടിച്ചു. വാശി പിടിച്ചോ? എങ്ങനെ? എനിക്ക് മാൻ വേണ്ട, മുയലും മതി എന്ന് പറഞ്ഞ് മാൻ ഓടി വരുന്ന വഴിയിൽ ഇങ്ങനെ നിന്നു. മരുന്ന് തരാം. 2 ദിവസം വിശ്രമിക്കണം. പുറത്തിറങ്ങണ്ട. മഴ നനയാനൊന്നും പാടില്ല. ശരി. ഈ ഇല ഓരോന്ന് ദിവസവും കഴിക്കണം. നിങ്ങൾ വന്നത് നന്നായി. എലികളുടെ പനിക്കുള്ള മരുന്ന് സ്റ്റോക്ക് തീർന്നു. ശരി, പനിയാണെന്ന് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് സകല എലികളോടും പറയാം. അതല്ല, ഈ മരുന്ന് ചെടി കുറച്ച് പറിച്ചുകൊണ്ട് വരാമോ? ഞാൻ അല്പം തിരക്കിനാ. ജലദോഷി കുന്നിന്റെ കിഴക്കേ ചെരുവിൽ കാണും. ജലദോഷി കുന്ന് പനിയുടെ മരുന്നിന് വളരെ പറ്റിയ സ്ഥലം. കുറെ ചെടികൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നടുകയും വേണം. അതു ഞങ്ങൾ ഏറ്റു വൈദ്യരെ. കുറെ ചെടി കിട്ടി. വൈദ്യർ പറഞ്ഞതുപോലെ ഇതിൽ കുറച്ചെടുത്ത് നടാം. 10-12 ചെടി നടാം. വെള്ളവും ഒഴിക്കണം. ആരോ ഇവിടെ മാങ്ങേണ്ടി ഒളിപ്പിച്ചിരിക്കുന്നു സൂത്ര. അത് ഒളിപ്പിച്ചതല്ല, നട്ടതാ മാവുണ്ടാക്കാൻ. ആരോ മുട്ട നട്ടിരിക്കുന്നു. മുട്ടമരം ഉണ്ടാവാനോ? അല്ലടോ, അത് ഒളിപ്പിച്ചതാ. താൻ പറഞ്ഞത് ശരിയാ. അങ്ങനെ ചിലരുണ്ട് പരീക്ഷണം നടത്തുന്നവർ. പണ്ടൊരു പട്ടി എല്ലുമരം ഉണ്ടാവാൻ എല്ലു കുഴിച്ചിട്ട് നനച്ചു.
വേറൊരുത്തൻ പാത്രം കുഴിച്ചിട്ട് നനച്ചു. ഓഹോ, മണ്ടന്മാർ. താൻ ബാക്കി ചെടി കൂടി നട്. ഞാൻ ഇത് വൈദ്യർക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം. സൂത്ര, ഞാൻ നോക്കുമ്പോ ആരോ എലിയ നട്ടിരിക്കുന്നു. എലിമരമുണ്ടാവാൻ. ഓഹോ, നൊട്ടവനെ വിഷമിപ്പിക്കണ്ടോന്ന് കരുതി ഞാൻ നന്നായി നരച്ചു കൊടുത്തു. ഓഹോ,